ഇവിടെ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഹീറോ ആണെങ്കിൽ ഇൻട്രോവേർട്ട് ആയിരിക്കും. അതോടെ അധികം ആരോടും സംസാരിക്കാത്ത, ആരെന്ത് ആവശ്യപ്പെട്ടാലും ഇല്ലെന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതേസമയത്ത് അവിടെയുള്ള ഓപ്പറേറ്റർ റൂമിലെ ആളാണെങ്കിൽ ഒരു ചൂടനായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് കോഫി കൊണ്ട് കൊടുക്കാൻ പോലും എല്ലാവരും മടിക്കുകയാണ്. അതേസമയത്ത് ഹീറോ ഇന്നസെന്റ് ആയതുകൊണ്ട് എല്ലാവരും അവനായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അങ്ങനെ ഹീറോ അയാൾക്ക് കോഫി കൊണ്ട് പോകുകയാണ്. പക്ഷെ ഇവനാണെങ്കിൽ അയാൾ അറിയാതെ അവിടെയുള്ള ഓപ്പറേറ്റർ ഹോൾ വഴി സ്ക്രീനിലേക്ക് നോക്കുകയാണ്. പക്ഷെ ഇത് കണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ ഇവൻ ഷർട്ടി പിടിച്ച് വലിച്ച് മാറ്റുകയാണ്. ആ സമയത്ത് അയാളുടെ ഫേസ് ആണെങ്കിൽ പേടിച്ച് വേർക്കുന്നുണ്ടാകും. അത് കാണുന്ന ഹീറോ ആണെങ്കിൽ അയാളോട് എന്താ കാര്യം ചോദിക്കും. അതിന് അയാളാണെങ്കിൽ അത് വഴിയൊന്നും നോക്കാൻ പാടില്ല, കാരണം അവിടെ പ്രേതങ്ങൾ ഒന്ന് സിനിമ കാണുന്നുണ്ടാകും പറയാണ്. നമ്മളിവിടെ ഒറ്റയ്ക്കുള്ള കാര്യം അതറിയാണെങ്കിൽ നമ്മളെയും വന്ന് അതിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് ഹീറോനെ പേടിപ്പിക്കും. പക്ഷെ ഹീറോ ആണെങ്കിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. പകരം പ്രേതങ്ങൾക്ക് എന്തിനാ സിനിമ എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളും. എന്നാൽ അത് കാണുന്ന അയാളാണെങ്കിൽ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയുടെ പ്രേതങ്ങളൊന്നും സിനിമ കാണാറുണ്ടെന്ന് പറയാണ്. അത് സിനിമ കാണാൻ വരുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് നായ്ക്കളെ പോലും നരികളെ പോലും മൂരിയിട്ടെന്ന് പറയും. അങ്ങനെ ആ റൂമിൽ നിന്ന് വെളി വരുന്ന ഹീറോ ആണെങ്കിൽ ആൾ പറഞ്ഞറിയാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ആ സമയത്തിന് മുന്നിലൂടെ ഒരു മൃഗത്തിന്റെ കാല് പാസ് ചെയ്ത് പോകുക. അത് കാണുന്നവനും ഒരു നിമിഷം ഷോക്കാണ്. പക്ഷെ അത് കാര്യമൊക്കെ എടുക്കില്ല. അങ്ങനെ ആ ദിവസത്തെ വർക്ക് കഴിഞ്ഞും വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ ആ തിയേറ്ററിനുള്ളിൽ നിന്ന് ഒരു സുന്ദരിയായ പെണ്ണ് ഇറങ്ങി വരികയാണ്. എന്നാൽ ആ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് കാണാതാകും. അവളോട് പോയി ഇറങ്ങിയിട്ട് CCTV നോക്കിയാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. അതിനുശേഷം വീട്ടിൽ പോയാൽ അവിടെയാണെങ്കിൽ ആ പെണ്ണുണ്ടാകും. പക്ഷെ അവളെയാണെങ്കിൽ വേറെ ആർക്കും കാണാൻ പറ്റുന്നില്ല. ഇപ്പം ബെഡ്റൂമിൽ പോയാൽ അവിടെയും ആ പെണ്ണ് വരികയാണ്. പക്ഷെ ഒരു വാക്ക് പോലും മിണ്ടുന്നുണ്ടാവില്ല. എന്നാൽ ഈ കാര്യം മുഴുവൻ ഒരു സ്വപ്നമായിരിക്കും. പക്ഷെ പെണ്ണിന്റെ ഫേസ് ആണെങ്കിൽ കൊണ്ട് മറക്കാനും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വീണ്ടും തിയേറ്ററിൽ വെച്ച് ആ പെണ്ണിനെ കാണും. ഇവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് അവൾ പിന്നാലെ പോകും. അങ്ങനെ ആ പെണ്ണാണെങ്കിൽ നടന്ന കാടിനുള്ളിലേക്ക് പോകുകയാണ്. ഇവനെ പിന്നാലെ ഫോളോ ചെയ്ത് പോയി നോക്കിയാൽ അവിടെയാണെങ്കിൽ വേറെ കുറച്ച് പേരുണ്ടാവും. അവരാണെങ്കിൽ ഒരു പെണ്ണിനെ കൊന്ന് കുഴിച്ചു മൂടുന്നുണ്ടാകും. ഇവനെ കണ്ടെന്നും അവരാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇവനെയും കൊല്ലും. അങ്ങനെ ആ പെണ്ണിന്റെ പ്രേതമാണെങ്കിൽ വീണ്ടും അങ്ങോട്ട് വരികയാണ്. ഇവന്റെ പ്രേതത്തെ വിളിച്ചുകൊണ്ട് വീണ്ടും ആ തിയേറ്ററിലേക്ക് പോകുകയാണ്. അങ്ങനെ ഈ പ്രേതങ്ങളാണെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ നിന്ന് സിനിമ തുടങ്ങുകയാണ്. അവർ കത്തുന്ന സമയത്ത് ഇവർ രണ്ടാളും നരികളെ പോലെ ഓരിട്ട് കത്തുകയാണ്. ആ സമയത്ത് ഓപ്പറേറ്റർ റൂമിൽ അയാളാണെങ്കിൽ പേടിച്ചിരിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പ്രേതമാണെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യുക. ആൻറ്റി വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.